കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ, വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു തരും. പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരും. നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും. ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ്. എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും. ബെഡ് റോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഫോൺ 7299909999. കണ്യാർകളി കലാകാരനായ അയിലൂർ സ്വദേശി പ്രഭുവിന് മർദ്ദനമേറ്റു. കണ്യാർകളിയിൽ ഗിന്നസ് സർട്ടിഫിക്കേഷൻ, സിനിമാ ഗായകൻ, അയിലൂർ പൗരസമിതി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ, മേളക്കാരൻ എന്നീ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രഭു എന്ന കണ്യാർകളി നാടൻ കലാകാരനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അമ്മയെയും ഇന്നലെ രാത്രി ഒരു സംഘം ആളുകൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കണ്യാർകളി എന്ന നാടൻ കലാരൂപത്തിൻ്റെ പ്രചാരകൻ കൂടിയാണ് പ്രഭു. അയിലൂർ ദേശത്തിൻ്റെ തെക്കേത്തറ വിഭാഗം കണ്യാർകളി ആശാൻ കൂടിയായ പ്രഭു രാജ്യത്തിന് അകത്തും പുറത്തും വിദേശത്തും ഒട്ടനവധി പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അയിലൂർ ദേശത്തിൻ്റെ സമ്മതമില്ലാതെ ദേശത്തിന് പുറത്തുപോയി കണ്യാർകളി നടത്തിയതാണ് അദ്ദേഹത്തിന് അക്രമം നേരിടാൻ കാരണമായത്. കഴിഞ്ഞ കുറേ കാലമായി പ്രഭുവിനെ ഒരു വിഭാഗം ഭ്രഷ്ട് കൽപ്പിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തിയതായും പ്രഭു പറയുന്നു. കണ്യാർകളി പറഞ്ഞ പാലക്കാടൻ നാടൻ കലാരൂപത്തിന് അയിലൂർ ദേശത്തുനിന്ന് ഈ അടുത്തൊരു വെളിയിലൊരു കളിക്ക് പോയിട്ട് അതിൽ അയിലൂർ ദേശം എന്ന് വെച്ചു എന്ന് പറയുന്നതാണ് എന്നത് ഈ കോലത്തിൽ ദേശത്തിൽ ഉള്ള ആൾക്കാരൊക്കെ കൂടി തല്ലിയത്. എൻ്റെ അമ്മ, എൻ്റെ വൈഫിന്, അങ്ങനെയുള്ള എല്ലാവരെയും അവർ മർദ്ദിച്ചു. കുറേ കാലമായിട്ട് ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. കണ്യാർകളി വെളിയിൽ അയിലൂർ ദേശത്ത് നിന്ന് കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ അതിൻ്റെ അയിലൂർ ദേശം എന്ന് പേര് വയ്ക്കാൻ പാടില്ല. അയിലൂർ ദേശം എന്ന് പേര് വയ്ക്കരുത്. അയിലൂർ ദേശത്തുള്ളവർ മാത്രമേ കളിക്കാൻ പോകാൻ പാടുള്ളൂ. അയിലൂർ ദേശത്തുള്ള പാട്ടുകൾ മറ്റുള്ളവരെ പാടാൻ പാടില്ല. അങ്ങനെയുള്ള ഒരുപാട് നിബന്ധനകൾ. എനിക്ക് ഗവൺമെൻറ്റിൻ്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ഉണ്ട്. അതിലും ഈ ജാതി മതം ഒന്നും അടിസ്ഥാനമാക്കിയിട്ടല്ല അത് പറയുന്നത്. അപ്പോൾ എല്ലാ ദേശങ്ങളിലും അവനവൻ്റെ സമുദായക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മറ്റുള്ളവരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നതും സ്വന്തം ദേശത്തിൻ്റെ പേര് ഇട്ടു എന്നുള്ളത് കൊണ്ട് എൻ്റെ അമ്മയും അതുപോലെ തന്നെ എൻ്റെ വൈഫിനെയും കുട്ടി ഉൾപ്പെടെ ദേശത്തിലുള്ള ഒട്ടുമിക്ക ഒരുപാട് പേര് ചേർന്ന് മർദ്ദിച്ചു. അതിൻ്റെ ഒരു അവസ്ഥയാണത്. ദേഹം മുഴുവൻ അവർ ഒരു 10-50 പേര് ചേർന്നിട്ട് എൻ്റെ കൈകാര്യം ചെയ്തത്. എനിക്ക് വേറൊന്നുമല്ല, ജസ്റ്റ് ഞാൻ എന്നിട്ട് തിരിഞ്ഞ് മാറി ഓടുകയൊന്നും ചെയ്തില്ല. നന്നായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞ് പോരാടുകയാണ് ചെയ്തത്. കണ്യാർകളി എന്നുള്ള കലാരൂപം എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ എല്ലാവരുടെയും കൊണ്ടുപോകും, അവതരിപ്പിക്കും. അന്യ സമുദായത്തിന് കണ്യാർകളി പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും വിലക്കിയിരുന്നു. പരിക്കേറ്റതിനെ തുടർന്ന് നെമ്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രഭു ചികിത്സ തേടിയിരിക്കുകയാണ്.